മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഒരു ഖത്തമിൻ്റെ പ്രതിഫലം, അതായത് ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്ത ഒരു സൂറത്തുണ്ട്. അതായത് ആ സൂറത്ത് 3 തവണ ഓതിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആ സൂറത്തിനെ കുറിച്ച് തഅദീലു സുലുസൽ ഖുർആനി എന്നാണ്, ഖുർആന്റെ 1/3 തുല്യമാണ് എന്നാണ്. അപ്പോൾ അത് 3 തവണ ഓതുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഖുർആൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു തആല നമുക്ക് നൽകുന്നത്. ആ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ആ ഒരു സൂറത്ത്. ഈ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ തൗഹീദാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഇത് സൂറത്തിലൂടെ പറയുന്നത് അതിൻ്റെ 1-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ നബിയെ താങ്കൾ പറയുക, ഹുവ തീർച്ചയായിട്ടും കാര്യം, അള്ളാഹു അഹദ്, അള്ളാഹു ഏകനാണ്, ഒരുവനാണ്. അള്ളാഹു സമദ്, അള്ളാഹു താല നിരാശ്രയനാണ്. അതായത് അള്ളാഹു താലാക്ക് പരാശ്രയം ആവശ്യമില്ല, മറ്റൊരുത്തൻ്റെ സഹായം ഒരു നിലക്കും ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു താല. അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്. പിന്നെ പറയുന്നത് ലം യലിദ് വലം യൂലദ്, ഇത് ഒരൊറ്റ ആയത്താണ്. ചിലരൊക്കെ ഓതുമ്പോൾ അത് 2 ആയത്തായിട്ട് മനസ്സിലാക്കാറുണ്ട്. പക്ഷെ ലം യലിദ് വലം യൂലദ് എന്നുള്ളത് ഒറ്റ ആയത്താണ്. അതിൻ്റെ അർത്ഥം ലം യലിദ്, അള്ളാഹു താല പ്രസവിച്ചിട്ടില്ല, വലം യൂലദ്, അള്ളാഹിനെ പ്രസവിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു താല പിതാവോ മാതാവോ അല്ല, അള്ളാഹു താല മകനോ മകളോ അല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹു താലാക്ക് തുല്യമായ ഒന്നുമില്ല എന്നുള്ളതാണ് ഈ സൂറത്തിലൂടെ. അള്ളാഹു താലയുടെ തൗഹീദിനെയാണ്, അള്ളാഹു താലയുടെ ഏകത്വത്തിനെയാണ് ഈ സൂറത്തുൽ ഇഖ്ലാസിലൂടെ അള്ളാഹു താല സമർത്ഥിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.